അവിടുന്ന് ഇറങ്ങി വന്നത് എന്തായാലും ലാഭമായി. വന്ന് നമ്മൾ തിരിച്ചു പോയതായിരുന്നേ, അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അന്നേരമാണ് ആ അമ്മാവൻ ആ അച്ഛൻ പുള്ളി സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നത്. ഈ സാധനം അടിപൊളിയായിരുന്നു, ഈ സാധനം മിസ്സായാണ് അല്ലെങ്കിൽ. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ARM വ്ളോഗ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൺട്രോ തുരുത്തിൽ ഒരു തുരുത്ത് എന്നുള്ള രീതിയിൽ. കാരണം മൺട്രോ ഐലൻഡ് ഇസ് ഓൾറെഡി ആൻ ഐലൻഡ്. ഓക്കെ, അപ്പം അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു വേറെ ഐലൻഡുകളുണ്ട്. അപ്പം അങ്ങനെ ഒരു ഐലൻഡാണ് നമ്മൾ ഈ വീഡിയോയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലത്തെ വഴിയാണ്. ഒരു പാലം കടന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പിന്നെ ഫുള്ള് ഇങ്ങനത്തെ വഴികളാണ്. ആൻഡ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്പോട്ടിലേക്ക് ആക്ച്വലി പോകാൻ പറ്റിയില്ല. പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇത് ഇങ്ങനെയൊരു സ്ഥലം കണ്ടു. ഇത് കണ്ടപ്പോൾ കുറച്ച് ക്യൂരിയസ് ആയിട്ട് ഫീൽ ചെയ്തു, ഇങ്ങനെ ഇരുണ്ട് കൂടിയിട്ടൊക്കെ. അപ്പം താഴെ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ആ ഇറക്കം ഇറങ്ങി എത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്താണ് കേട്ടോ. നല്ല രസമുണ്ട്. ആൻഡ് ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കിയപ്പോൾ വിചാരിച്ചു ഈ സൈഡിലൊക്കെ കണ്ടോ നിങ്ങൾ, പൊട്ടിപ്പൊളിഞ്ഞ വീടാണ്. അപ്പം പിന്നെ അത് അങ്ങോട്ടേക്ക് പോകാമോ, പ്രൈവറ്റ് ആയിട്ടുള്ള വല്ല പ്രോപ്പർട്ടി പോലെ ആണെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് കയറി പോയതാണേ. ഈ ഫ്രണ്ടിൽ പോകുന്നൊരു അങ്കിളുണ്ടല്ലോ, പുള്ളിയാട്ടോ മറ്റേ ദേവദൂതനെ പോലെ വന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. കാരണം ഞങ്ങൾ അവിടെ ഈ വീടുകൾ മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ കയറാൻ ഒക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ച് തിരിച്ചു പോയാൽ ഞങ്ങളെ വാന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയത്. ഈ വലത്തെ സൈഡിൽ കാണുന്നത് പുള്ളിയുടെ വീടാണ് കേട്ടോ. പുള്ളിയുടെ കൃഷിയൊക്കെ കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചതാണ് ഗൈസ്. നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക്. ആ കുരച്ചോണ്ടോടിയ കറുത്ത ഐറ്റം ഉണ്ടല്ലോ, പുള്ളിയുടെ പേരാണ് മിസ്റ്റർ സെൽവൻ. ഞാൻ വിചാരിച്ചു തമിഴ്നാട്ടിൽ നിന്ന് എങ്ങാനും കൊണ്ടുവന്നതാണെന്ന്. അല്ല, അവൻ്റെ പേരങ്ങനെയാണ്. വേറൊന്നും കൂടി ഉണ്ടായിരുന്നു വീടിൻ്റെ അകത്ത്. അപ്പം പുള്ളി ഞങ്ങളെ കണ്ടപ്പോഴേ പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ, അതുകൊണ്ടായിരിക്കണം അങ്ങനെ കുറച്ച് വന്നതാണ്. അത് കഴിഞ്ഞ് സ്ഥലം കാണിച്ചു തരാമെന്നും പറഞ്ഞ് എൻ്റെ പൊന്നോ ഇങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ ലിറ്ററലി പറയാണ്, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഗൈസ്. ലിറ്ററലി ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. ഞങ്ങളെങ്ങാനും ആ തിരിച്ച് കയറിപ്പോയിട്ട് ഈ അങ്കിളിനെ എങ്ങാനും കണ്ടില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കരമായ നഷ്ടമായി പോയി. നമുക്ക് ഇവിടുന്ന് അങ്ങ് ഇറങ്ങാം ഇതുപോലത്തെ ഒരു സ്ഥലത്ത്. പക്ഷേ ഇങ്ങനെ ഗ്രൗണ്ട് പോലെ, വെള്ളത്തിന് സൈഡിലൊക്കെ ഗ്രൗണ്ട് പോലെ കണ്ടൽക്കാടൊക്കെ ഉള്ള സ്ഥലം എന്നും പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അവിടെ എല്ലാം ഇപ്പം കാട് പിടിച്ച് വഴിയൊന്നുമില്ല. അത് ഇപ്പം നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്, അതായത് അവിടെ പണ്ട് കളിച്ചിരുന്ന കുട്ടികൾ ഇപ്പം വലിയ സീനിയേഴ്സ് ആണല്ലോ, വലിയ ചേട്ടന്മാരാണല്ലോ, അപ്പോൾ അവരതൊക്കെ നേരെ ആക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാട്ടോ പറഞ്ഞത്. ഇത് പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാനായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയതാ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാതിരിക്കാൻ തോന്നത്തില്ല. അത്രയും ആക്ച്വലി ഉപ്പുവെള്ളം ആണെങ്കിൽ പോലും ഭയങ്കര ക്ലിയർ ആയിട്ട് നല്ല കാറ്റും. ഒരു രക്ഷയില്ലാത്ത സ്ഥലമായിരുന്നേ. ആ സ്ഥലം മാത്രമല്ല, ഇവിടെ എന്ന് പറയുന്നത് ഒരു കോളനി പോലെയാണ്. ആ ചേട്ടൻ ആ അങ്കിള് പറഞ്ഞു തന്നു കേട്ടോ. ഇതൊരു കോളനി പോലെയാണ്. പല വീടുകളും ആൾതാമസം ഇല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ്, അതായത് ആൾക്കാർക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന പല വീടുകളും ഉണ്ടെങ്കിൽ പോലും ആ ഉള്ള സ്ഥലത്ത് ഒരു 10ഓളം കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു കോളനിയാണിത്. ആൻഡ് എനിക്ക് മനസ്സിലായത് അവിടെ മൊത്തം ഇങ്ങനെ ഇത് കണ്ടോ, പശു, ആട്, അങ്ങനത്തെ കുറേ എന്താ പറയുക, മൃഗങ്ങളെ വളർത്തിയൊക്കെ, പിന്നെ എനിക്ക് തോന്നുന്നു മീൻ പിടിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ്. ഇത് കണ്ടോ, ഇത് ഇവർക്ക് അറിയാവുന്ന, അതായത് ഉണ്ണിക്കൊക്കെ അറിയാവുന്ന ആരുടെയോ വീടാണ്. പക്ഷെ എന്താണ്, ഇപ്പം ആൾതാമസം ഇല്ല, കാലങ്ങളായിട്ട് ആൾതാമസം ഇല്ല, പൊട്ടിപ്പൊളിഞ്ഞ്. പിന്നെ ഇവിടുത്തെ ഉപ്പുവെള്ളത്തിൻ്റെ അതും എഫക്റ്റ് ചെയ്യും, അതായത് വീടിനെയൊക്കെ എഫക്റ്റ് ചെയ്യും എന്നാണ് ഉണ്ണിയും പറഞ്ഞു തന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പശുക്കളും ആടുകളും ആ ഒരു നേച്ചർ, അതായത് ആ ഒരു ഏരിയയുടെ ഒരു ഭംഗിയുണ്ടല്ലോ. ഇത് നമ്മുടെ അഷ്ടമുടിക്കായലാട്ടോ, അത് പറയാൻ വിട്ടുപോയി. ഇത് നമ്മുടെ അഷ്ടമുടിക്കായലാണ്. ഇത് നമ്മൾ ബോട്ടിങ്ങിന് പോയതും
നമ്മൾ കയാക്കിങ് ചെയ്തതും പിന്നെ നമ്മൾ ഈ മണ്ടോത്തുരുത്തുനിന്ന് കൊല്ലത്തേക്ക് എത്താൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ മുന്നേ വീഡിയോയിൽ പെരുമൺ പാലം. അത് ഈ പാലത്തിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ, നമ്മളിപ്പോൾ ജങ്കാറ് വഴിയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പം ഈ ഒരു വ്യൂ കണ്ടോ, ഈ ഒരു വ്യൂയുടെ റൈറ്റ് സൈഡിലാണ് പെരുമൺ പാലം പണി നടക്കുന്നത്. ആൻഡ് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ആ പാലത്തിന്റെ കുറച്ച് സൈഡിൽ നിന്നാണ് നമ്മൾ ജങ്കാറ് കയറി അപ്പുറത്തേക്ക് പോയി കൊല്ലത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഏരിയയാണിത്. നിങ്ങൾക്കിത് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ റൈറ്റ് സൈഡും വെച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ പറഞ്ഞു തരുന്നത്. ആൻഡ് പറഞ്ഞ പോലെ ഈ ഒരു നേച്ചർ, ഈ ഒരു വ്യൂ, അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ കുറേ ഇങ്ങനത്തെ ആനിമൽസ്, അതായത് നമ്മൾ വളർത്തു മൃഗങ്ങളുണ്ട്. ഈ വീടുകൾ പിന്നെയും കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അങ്കിള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അവർക്കത് അവരുടെ ആ ഒരു അവർ താമസിക്കുന്ന സ്ഥലത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എനി ഓപ്ഷൻ, വരുന്ന ഏതൊരു ഓപ്ഷനും അവരത് യൂസ് ചെയ്യാന്നുള്ളൊരു മൈൻഡിലാണ് അവരങ്ങനെ ചെയ്യണത് കേട്ടോ. ഇതാണ് നമ്മുടെ ജമുന പ്യാരി. എനിക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല, നമ്മുടെ മറ്റേ സിനിമ കണ്ടുള്ള പരിചയം കേട്ടോ. ഞാൻ ആ ചെവി വെച്ച് പറഞ്ഞതാണ്. ഈ പുള്ളിക്കാരിയാണ് സമാധാനത്തിൽ അവിടെ കിടക്കുമായിരുന്നേ. അവിടെ കിടന്ന് ഞാൻ അങ്ങോട്ട് കൊഞ്ചിക്കാൻ ചെന്ന സമയത്ത് പുള്ളിക്കാരി ഓക്കെ ആയിരുന്നു. ആ അങ്കിള് വന്നിട്ട് എണീപ്പിച്ച് നിർത്താം എന്നും പറഞ്ഞിട്ട് എണീപ്പിച്ച് നിർത്തിയതിനു ശേഷം പുള്ളിക്കാരിക്ക് എന്നോട് അങ്ങ് കലിപ്പായി. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അവളെ തല ഇങ്ങനെ കയ്യിലെടുത്ത് കൊഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നതെങ്കിലും പുള്ളിക്കാരി ഞാൻ കൈ നീട്ടുമ്പോക്കെ മറ്റേ തല കുമ്പിട്ട് വെച്ചിട്ട് കൊമ്പ് കാണിച്ചു തരികയാണ്. എനിക്ക് തോന്നുന്നു നിന്നെ ഞാൻ കുത്തുമടി എന്നെ പേടിപ്പിക്കുന്നതായിരിക്കും. ഒരാവശ്യമില്ലായിരുന്നു. ആ അങ്കിൾ അവളെ എണീപ്പിക്കാൻ പോയിട്ട്, അല്ലെങ്കിൽ അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു, അവളിരുന്ന് കൊഞ്ചിച്ചു തന്നെ. ഞാൻ എന്തോരം ശ്രമിച്ചെന്നറിയോ, പക്ഷെ ഒരു വിധത്തിൽ നടക്കുന്നില്ല. കണ്ടോ, ഞാൻ അവളെ കൈ നീട്ടുന്നത് കൊഞ്ചിക്കാൻ വേണ്ടിയിട്ട്, അവളെന്നെ കുത്താൻ വരിക. അവിടുന്ന് ഇറങ്ങി വന്നത് എന്തായാലും ലാഭമായി. വന്ന് നമ്മൾ തിരിച്ചു പോയതായിരുന്നേ, അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അന്നേരമാണ് ആ അമ്മാവൻ ആ അച്ഛൻ പുള്ളി സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നത്. ഈ സാധനം അടിപൊളിയായിരുന്നു, ഈ സാധനം മിസ്സായാണ്. ഇല്ലെങ്കിൽ ഇതല്ലേ മുറ്റത്ത് ഒരു ചെറിയ വീട്. നമ്മൾ അങ്ങനെ പറയുന്നു, ഇവിടെ താമസിക്കുന്നവർക്ക് അറിയാൻ എന്റെ ബുദ്ധിമുട്ട്. അതാണ് വല്ലപ്പോഴും വന്ന് താമസിക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ആ വീട്ടിലൊരു പട്ടിയുണ്ട്, നമ്മൾ വരുമ്പോ കണ്ടില്ലേ, സെൽവം. ഇതേണ്ട സെൽവം ഭയങ്കര പോലെയൊക്കെ വാഴ തിന്നു. ഈ മണ്ണിന്റെ വില എന്തോ അറിയാമോ? ഇന്നത്തെ വില ഒരു തുള്ളി മണ്ണ് കിട്ടുമോ? ഈ മണലിന്റെ വില എന്തോ അറിയാവോ? നല്ല മണ്ണല്ലേ, സ്വർണം. പാലം നമ്മളെ പാതി പാലം നിൽക്കുന്നുണ്ട്. അതിന്റെ ബാക്കില്ല നിൽക്കുന്നത്. പണി കഴിഞ്ഞാ പിന്നെ എളുപ്പമായി കൊല്ലത്ത് പോയി. പണിയോടെ ഉറങ്ങുവാണോ? എന്തു പറ്റി? ഉറക്കുവാനോ പൊന്നെ? കുഞ്ഞിപ്പോ നോക്കുവാനോ? ബൈ ബൈ, പോറ്റേടി. ആണാ? ഞാൻ പിള്ളേരെ തൊട്ട ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അടിക്കാൻ നോക്കുന്നു. തിന്നണ സാധനമാണോ അത്? നോൺ വെജ് ആണോ നീ തിന്നുന്നേ? പോയി. ഈ കണ്ടലിൽ കൂടെ കയറി, യഥാർത്ഥ കണ്ടല്. ഈ കണ്ടലിൽ കൂടെ മേളി കയറുക, ചവിട്ടിയെ കയറാ. എന്റെ കാല് മുറിച്ചിരിക്കും ഇപ്പം. കാല് മുറിയെന്തോ? അല്ല, ഞാൻ ഇടത്ത് കക്ക വരാൻ പോട്ടെ, മുരിങ്ങ കൊണ്ട് കാലേ. വേണ്ട, ചേട്ടനും കേറണ്ട. അല്ല, ഞാൻ കേറുന്നല്ല പറഞ്ഞേ. പിള്ളേരൊക്കെ വന്നാലേ ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലും കിട്ടുള്ളൂ. ഇത് സ്ട്രോങ് ആണോ? മുളകൊക്കെ ഇരിക്കുന്നുണ്ട്. പനിക്കൊക്കെ എടുക്കുന്ന ഇതേ മുളക് പനിയില്ലേ, ഏറ്റവും
ഇത് അപ്പോൾ ദേ ഇപ്പോൾ പോയി കണ്ട ഒരു ചെറിയ സ്ഥലം, ഒരു 10 കുടുംബങ്ങൾ മാത്രം അടങ്ങുന്ന ഒരു ചെറിയ കോളനി. ആ ഒരു സ്ഥലവും അവിടുത്തെ വളർത്തു മൃഗങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ രാത്തൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കണ്ടൽക്കാടും മറ്റേ ഇതാണെങ്കിൽ ഇപ്പൊ കണ്ടില്ല അവിടെ അതേ കൊള്ളല്ലേ, അപ്പുറത്ത് കണ്ടില്ല നമ്മള് കുളം, വീടും കുളവും സൈഡ് മണ്ണൊക്കെ ഇങ്ങനെ വെള്ളം കയറി അങ്ങനത്തെ. ആ ഒരു സ്പോട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത്. പക്ഷെ അവിടെ ഇപ്പോൾ കാടൊക്കെ കയറിയിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആ വെള്ളത്തിൽ ഇറങ്ങില്ല. അതുപോലത്തെ വലിയൊരു ഏരിയ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അത് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താ, അതിലും നല്ലതോ അല്ലെങ്കിൽ അത്രയും തന്നെ ഈക്വലായിട്ടില്ല. ഞാൻ മറ്റേത് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഒരു സ്ഥലം കണ്ടു. പിന്നെ ഇതാട്ടോ ഞാൻ പറഞ്ഞത്, ടൂറിസ്റ്റുകൾ മറ്റേ കനാൽ ബോട്ടിങ്ങിന് പോകുന്നതാണത്. ഈ പാലത്തിന്, നമ്മളിപ്പോൾ ഈ ക്രോസ് ചെയ്യുന്ന പാലത്തിൻ്റെ അടിയിൽ കൂടിയാട്ടോ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ടൂറിസ്റ്റുകൾ, അതായത് നമ്മൾ ബോട്ടിങ് ചെയ്യുന്ന കയാക്കിങ് ചെയ്യുന്ന അതേ ഏരിയ, അതേ കായലും ഇതൊക്കെയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ആ ഒരു കോളനി കണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആട്ടിൻകുട്ടി തന്നെയാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഇവിടെ ഹിഡൻ ആയിട്ടുള്ള വേറൊരു സ്ഥലവും കാണിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.